ഇന്നലെ ലൈവിൽ അനീഷ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായത്. കാരണം ഡിവോഴ്സിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടാളെ ഇതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഡിവോഴ്സ് എന്നാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പക്ഷേ മിക്ക കേസുകളിലും ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്, അല്ലെങ്കിൽ വൈഫിൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്. രണ്ടാളും ഒരേ രീതിയിലായിട്ട് ഒരു ഡിവോഴ്സും അങ്ങനെ നടക്കുന്നില്ല. കാരണം രണ്ടിലൊരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ ഡിവോഴ്സ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യലുണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് സമൂഹം തന്നെ കാണുന്നത്. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പല സ്ത്രീകളും ജീവിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ഇന്നതല്ല, ഇന്ന് സിറ്റുവേഷൻസൊക്കെ മാറി. കാരണം അങ്ങേറ്റ ടോക്സിക്കും പിന്നെ നമുക്ക് പറ്റാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു റീതിങ്കിന് അവിടെ എടുക്കുന്നില്ല. കുട്ടികളുണ്ട്, ആ ഒരു പേരിലൊന്നും മിക്ക ആൾക്കാരും എടുക്കുന്നില്ല. അവർക്ക് പറ്റില്ല എന്നാണ് ഉള്ളത് വെച്ചാൽ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് ചെയ്യുന്നത്. പക്ഷെ അതന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം. കാരണം തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വെറുതെ ഇങ്ങനെ നമ്മുടെ രണ്ട് പേരുടെ ലൈഫ് സ്പോയിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലും പല ഈഗോയിസ്റ്റ് കാര്യങ്ങളുടെ പേരിലും ഒക്കെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും മനീഷ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടെയും തീരുമാനം കൊണ്ട് ഡിവോഴ്സ് ഒരിക്കലും നടക്കുന്നില്ല. ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോൾട്ട് കൊണ്ടാണ് മിക്ക ഡിവോഴ്സും നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവേ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ നിയമങ്ങളും വരുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്കാണ് എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഒരുപാട് പിന്നെ എനിക്കറിയാൻ തന്നെ ഫാമിലി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഫാമിലി, പക്ഷേ ചെറിയ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളിൽ പെട്ടിട്ട് എന്താ പറയുക, ഇപ്പോൾ നിയമം സ്ത്രീകളുടെ കൂടെ. അപ്പോൾ ആ ഒരു രീതിയിലും എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് വല്ലാതെ ഹരാസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും മെജോറിറ്റി ഒരുപാട് സ്ത്രീകൾ ഇതിനെ സഫർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്.